ദൈവിക പദ്ധതി വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതം നിശബ്ദമായ ഒരു സമ്മതം എന്നതിനേക്കാൾ രക്ഷാകര ചരിത്രത്തിൻ്റെ സൗന്ദര്യമായി മാറി. അവളുടെ സന്നദ്ധത തുറന്നത് ഹവ്വയുടെ അനുസരണക്കേടിൽ അടയ്ക്കപ്പെട്ട വാതിലായിരുന്നു. ഇവിടെ പുതിയ നിയമത്തിലെ ഹവ്വയായ മറിയം പൂർണ്ണമായും വിശ്വസിച്ചും സർവശക്തനിൽ ധൈര്യപ്പെട്ടും പറഞ്ഞു, ആമേൻ, ഇതാ കർത്താവിൻ്റെ ദാസി. പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതം ഭയത്തിനുമേൽ വിശ്വാസമർപ്പിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നതും വിനയത്തോടെ ദൈവസ്നേഹം രചിക്കുവാൻ നമ്മെ തന്നെ വിട്ടു നൽകുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നതും സംശയിക്കാതെ ദൈവവിളിയോട് സഹകരിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നതുമാണ്. പരിശുദ്ധ അമ്മ പിന്നീട് കണ്ടതും അറിഞ്ഞതും പകർന്നു നൽകിയതും അവളെയല്ല, മറിച്ച് അവളിലെ രക്ഷകന്റെ സാന്നിധ്യത്തെയാണ്. മറിയത്തിൻ്റെ ഈ ആനന്ദ കീർത്തനം ദൈവത്തോട്, അവൻ്റെ പദ്ധതികളോട് ആമേൻ പറയുവാനും മറ്റുള്ളവരിലേക്ക് ഈ ദൈവിക സാന്നിധ്യത്തെ ജീവിതം കൊണ്ട് വഹിക്കുവാനും മറിയത്തിൻ്റെ പ്രകീർത്തനം ആവശ്യപ്പെടുന്നു. അമ്മയുടെ ഈ കീർത്തനം ഈ ലോകത്തെ മിശിഹായ്ക്ക് ജനിക്കുവാൻ ഒരു ഉദരമൊരുക്കി. അവളുടെ സന്ദർശനം മിശിഹായെ അപരന് സ്പർശിക്കുവാൻ ഇടയാക്കി. അവളുടെ ആമേൻ ലോകത്തിന് മിശിഹായെ നൽകി.